ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നല്ലോ അല്ലേ? എല്ലാവർക്കും മഴയൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു അല്ലേ? എല്ലാവർക്കും മഴ കിട്ടി കാണും. ഇനി നമ്മൾ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഒന്നും തന്നെ മിസ്സാവാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അത് മറക്കാതെ ആദ്യം തന്നെ ഒന്ന് ചെയ്ത് വെച്ചേക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒത്തിരി ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പതിവ് പോലെ തന്നെ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസസും അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷനുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുക. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. നിങ്ങൾക്കും കൂടി കൂടെ പറഞ്ഞ് ഫ്ലുവൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വളരെ നന്നായിരിക്കുന്നു, ഇങ്ങനെ തന്നെ തുടരുക. വളരെ നന്നായിരിക്കുന്നു, ഇങ്ങനെ തന്നെ തുടരുക. എങ്ങനെയാണ് അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? എങ്ങനെ പറയും? നമ്മുടെ കുട്ടികളൊക്കെ നല്ലപോലെ പഠിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യും അല്ലേ? വളരെ നന്നായിരിക്കുന്നു, ഇങ്ങനെ തന്നെ തുടരുക. എങ്ങനെയാണ് നമ്മളത് ഇംഗ്ലീഷിൽ പറയുക? വെൽ ഡൺ, കീപ് ഇറ്റ് അപ്പ്. വെൽ ഡൺ, കീപ് ഇറ്റ് അപ്പ്. എങ്ങനെ പറയാം? വെൽ ഡൺ, കീപ് ഇറ്റ് അപ്പ്. വെൽ ഡൺ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ നന്നായിരിക്കുന്നു. കീപ് ഇറ്റ് അപ്പ്, ഇങ്ങനെ തന്നെ തുടരുക. വളരെ നന്നായിരിക്കുന്നു, ഇങ്ങനെ തന്നെ തുടരുക എന്ന് എങ്ങനെ പറയാം? വെൽ ഡൺ, കീപ് ഇറ്റ് അപ്പ്. വെൽ ഡൺ, കീപ് ഇറ്റ് അപ്പ്. എനിക്ക് നടക്കാൻ പോകണം. എനിക്ക് നടക്കാൻ പോകണം. I would like to go for a walk. I would like to go for a walk. I would like to go for a walk. എനിക്ക് നടക്കാൻ പോകണം. I would like to go for a walk. എങ്ങനെയാണ് പറയുക? I would like to go for a walk. സെൻറ്റൻസ് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? വീണ്ടും പറയുന്ന സമയത്ത് റിപ്പീറ്റ് ചെയ്ത് പറയാൻ മറന്നു പോകരുത് കേട്ടോ. ഞാൻ ഈ ആഴ്ച വളരെ തിരക്കിലാണ്. ഞാൻ ഈ ആഴ്ച വളരെ തിരക്കിലാണ്. I'm very busy this week. I'm very busy this week. ഞാൻ ഈ ആഴ്ച വളരെ തിരക്കിലാണ്. I'm very busy this week. I'm very busy this week. നമ്മളൊക്കെ ഇംഗ്ലീഷ് പഠിക്കുന്നവരാണ്. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം. എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം. എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ പറയുക? നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് അതാണ് അല്ലേ? എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം. I want to learn English. 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 എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം. I want to learn English. ആ ഗ്യാസ് കുറ്റി ഒന്ന് അകത്തേക്ക് വെക്കേ. ആ ഗ്യാസ് കുറ്റി ഒന്ന് അകത്തേക്ക് വെക്കേ. Put that gas cylinder inside. Put that gas cylinder inside. ആ ഗ്യാസ് കുറ്റി ഒന്ന് അകത്തേക്ക് വെക്കേ. Put that gas cylinder inside. നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. I have seen you somewhere. I have seen you somewhere. I have seen you somewhere. നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. I have seen you somewhere. നിനക്ക് ശ്രദ്ധ തീരെയില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടികളോട് പറയേണ്ടതായിട്ട് വരുന്ന ഒരു സെൻറ്റൻസ് ആണ് എന്ത്? നിനക്ക് ശ്രദ്ധ തീരെയില്ല. എങ്ങനെ പറയും? You don't have much attention. You don't have much attention. നിനക്ക് ശ്രദ്ധ തീരെയില്ല. You don't have much attention. You don't have much attention. നിനക്ക് തീരെ ശ്രദ്ധയില്ല. ഞാൻ നിന്നോട് മിണ്ടില്ല. ഞാൻ നിന്നോട് മിണ്ടില്ല. എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ പറയാം? ഞാൻ നിന്നോട് മിണ്ടില്ല. I won't talk to you. I won't talk to you. ഞാൻ നിന്നോട് മിണ്ടില്ല. I won't talk to you. I won't talk to you. ഞാൻ നിന്നോട് മിണ്ടില്ല. അമ്മയുടെ കൈ മുറിഞ്ഞു. അമ്മയുടെ കൈ മുറിഞ്ഞു. എങ്ങനെ പറയും? മദേഴ്സ് ഹാൻഡ് വാസ് കട്ട്. അല്ലെങ്കിൽ എങ്ങനെ പറയും? മദേഴ്സ് ഹാൻഡ് വാസ് എ വൂണ്ട് അല്ലേ? മദേഴ്സ് ഹാൻഡ് വാസ് കട്ട്. അമ്മയുടെ കൈ മുറിഞ്ഞു. മദേഴ്സ് ഹാൻഡ് വാസ് കട്ട്. അമ്മയുടെ കൈ മുറിഞ്ഞു. ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിയില്ല. ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിയില്ല. അമ്മേൻ്റെ കൈ മുറിഞ്ഞാൽ പിന്നെ എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കും അല്ലേ? ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിയില്ല. No food was made today. No food was made today. No food was made today.
ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിയില്ല. No food was made today. ഇത് തമാശയല്ല. ഇത് തമാശയല്ല. This is not a joke. ഇത് തമാശയല്ല. This is not a joke. This is not a joke. ഇത് തമാശയല്ല. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. Let me say one more thing. Let me say one more thing. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. Let me say one more thing. Let me say one more thing. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. Let me say one more thing. അച്ഛൻ വരുന്നുണ്ട്. അച്ഛൻ വരുന്നുണ്ട്. എങ്ങനെ പറയും? Father is coming. Father is coming. അച്ഛൻ വരുന്നുണ്ട്. സിഗ്നൽ കൊടുക്കുന്ന അല്ലേ നമ്മൾ പലപ്പോഴും. അച്ഛൻ വരുന്നുണ്ട്, ഓടിക്കോടാന്നില്ലേ? അതുപോലെ അച്ഛൻ വരുന്നുണ്ട്. എങ്ങനെ പറയാം? Father is coming. Father is coming. അച്ഛൻ വരുന്നുണ്ട്. ഞങ്ങൾ ഒരേ പ്രായക്കാരാണ്. ഞങ്ങൾ ഒരേ പ്രായക്കാരാണ്. We are the same age. We are the same age. ഞങ്ങൾ ഒരേ പ്രായക്കാരാണ്. We are the same age. We are the same age. We are the same age. ഞങ്ങൾ ഒരേ പ്രായക്കാരാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. നമ്മൾ ഒരേ പ്രായക്കാരാണെന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. We studied together. We studied together. We studied together. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. ഒരുമിച്ച് എന്നുള്ളതിനാണ് എന്ത് യൂസ് ചെയ്യുക? Together. We studied together. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. We studied together. ഞാൻ അടുത്ത ആഴ്ച വീട്ടിലെത്തും. ഞാൻ അടുത്ത ആഴ്ച വീട്ടിൽ തിരിച്ചെത്തും. എങ്ങനെ പറയും? I'll be back home next week. I'll be back home next week. ഞാൻ അടുത്ത ആഴ്ച വീട്ടിൽ തിരിച്ചെത്തും. ഞാൻ അടുത്ത ആഴ്ച വീട്ടിൽ തിരിച്ചെത്തും. I'll be back home next week. I will be back home next week. Can you help me? എന്ന് പറഞ്ഞാൽ എന്താ? Can you help me? എന്നെ ഒന്ന് സഹായിക്കാമോ? എന്നെ ഒന്ന് സഹായിക്കാമോ? എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? Can you help me? Can you help me? എന്നെ ഒന്ന് സഹായിക്കാമോ? Can you help me? Can you help me? എന്നെ ഒന്ന് സഹായിക്കാമോ? എന്നെ കൂട്ടാൻ നീ വരുമോ? എന്നെ കൂട്ടാൻ നീ വരുമോ? എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? എന്നെ കൂട്ടാൻ നീ വരുമോ എന്ന് ചോദിക്കൂ അല്ലേ? അപ്പോൾ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? എന്നെ കൂട്ടാൻ നീ വരുമോ? Will you pick me up? Will you pick me up? എന്നെ കൂട്ടാൻ നീ വരുമോ? Will you pick me up? Will you pick me up? എന്നെ കൂട്ടാൻ നീ വരുമോ? നീ എപ്പോൾ ഇവിടെ എത്തും? നീ എപ്പോൾ ഇവിടെ എത്തും? When will you reach here? When will you reach here? നീ എപ്പോൾ ഇവിടെ എത്തും? നീ എപ്പോൾ ഇവിടെ എത്തും? When will you reach here? When will you reach here? നീ ആരുടെ കൂടെയാണ് വരുന്നത്? നീ ആരുടെ കൂടെയാണ് വരുന്നത്? Who are you coming with? Who are you coming with? നീ ആരുടെ കൂടെയാണ് വരുന്നത്? Who are you coming with? Who are you coming with? നീ ആരുടെ കൂടെയാണ് വരുന്നത്? നിനക്കെന്തെങ്കിലും വാങ്ങാനുണ്ടോ? നിനക്കെന്തെങ്കിലും വാങ്ങാനുണ്ടോ? Do you have anything to buy? നിനക്കെന്തെങ്കിലും വാങ്ങാനുണ്ടോ? Do you have anything to buy? നിനക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോ? Do you have anything to buy? Do you have anything to buy? Do you have anything to buy? നിനക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോ? അപ്പോൾ ഇന്നത്തെ സെൻറ്റൻസ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം എങ്ങനെ പറയാം എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും വീണ്ടും ടൈം കിട്ടുന്ന സമയത്ത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യുക? നമ്മുടെ ചുറ്റുപാടും ഉള്ള സാധനങ്ങളെയൊക്കെ ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കുക. അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇൻസിഡൻസ് ഇപ്പോൾ നമ്മൾ ഒന്ന് ചുറ്റുപാടൊന്ന് ശ്രദ്ധിക്കുന്ന സമയത്ത് ഒരു വീട്ടിലാണെങ്കിൽ ഒരു പട്ടി കുരയ്ക്കുന്നു. അപ്പം അതിനെ എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം എന്ന് നമ്മൾ മനസ്സുകളിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അറിയുന്നത് പോലെ നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെക്കുക. അങ്ങനെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ മറ്റൊരാളോട് പറഞ്ഞാൽ തെറ്റിപ്പോകുമോ എന്നുള്ള പേടി വേണ്ട. നമുക്ക് അറിയുന്ന രീതിയിൽ നമുക്ക് സ്വന്തം പറയാമല്ലോ അല്ലേ? പട്ടി കുരയ്ക്കുന്നു എങ്ങനെ പറയാം? പട്ടിക്ക് എന്ത് പറയാം? ഡോഗ്. കുരയ്ക്കുക എന്നുള്ളതിന് എങ്ങനെ പറയാം? ബാക്ക്. അപ്പോൾ കുരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബാക്കിംഗ്. ദ ഡോഗ് ഈസ് ബാക്കിംഗ്.
അതുപോലെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഡെയിലി നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, കുട്ടികൾ കളിക്കുന്നു, അതുപോലെ അമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ചുറ്റുപാടും ഒന്ന് ശ്രദ്ധിക്കുക. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് നിങ്ങളുടേതായ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണം, ഞാൻ ഈ വീഡിയോ ഒക്കെ കണ്ടു എന്നിട്ട് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും കാര്യമുണ്ടോ അങ്ങനെ പറയുന്നതിൽ? ഇല്ല. പകരം വീഡിയോ കണ്ടതുകൊണ്ട് മാത്രമായില്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, സ്വന്തം പറയാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് ഉറപ്പായിട്ടും സംസാരിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. നിങ്ങളുടെ സജഷൻസ് അതുപോലെ ഡൗട്ട്സ് ഒക്കെ കമൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയും വിട്ടുപോയിട്ടുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും തന്നെ നിങ്ങൾക്ക് മിസ്സാവില്ല. ഇനി തുടർന്നും ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ.